ഹലോ മക്കളെ, പല കുട്ടികളും പരീക്ഷകളിൽ പഠിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ സെക്കൻഡറി കളേഴ്സിൻ്റെ ചോദ്യങ്ങൾ. പക്ഷേ വല്ലപ്പോഴുമൊക്കെ, എല്ലാ വർഷവും ചോദിക്കുന്നു പറയാൻ പറ്റില്ല, പക്ഷേ വല്ലപ്പോഴുമൊക്കെ ഒരു വർഷം ഇടപെട്ടിട്ടൊക്കെ എന്താണ് ഒരു ചോദ്യം പരീക്ഷയിലുണ്ടാവും. അപ്പോൾ ആ ചോദ്യം ഈ വർഷം പരീക്ഷയിൽ വന്നാൽ നമുക്ക് തെറ്റിക്കാൻ പാടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ വീഡിയോയിൽ ഈ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും അതിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ ഫുള്ളായിട്ട് പഠിച്ചെടുക്കാം. മക്കൾ, ആരാണ് ഈ പ്രൈമറി സെക്കൻഡറി കളേഴ്സൊക്കെ? ഒന്നുമില്ല. പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ റെഡും ഗ്രീൻ ബ്ലൂ, 6 GB ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റെഡും ഗ്രീൻ ബ്ലൂവും പ്രൈമറി കളേഴ്സാണ്. പ്രത്യേകത എത്രയേ ഉള്ളൂ മക്കളെ, റെഡും ഗ്രീനും ബ്ലൂവും വേറെ ആരെയും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത്. റെഡ് തന്നെയാണ്, ഗ്രീൻ തന്നെയാണ്, ബ്ലൂ തന്നെയാണ്. കളേഴ്സ് ദാറ്റ് കനോട്ട് ബി ഗോട്ടൺ ബൈ മിക്സിങ് അതർ കളേഴ്സ്. ബാക്കിയുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ട് കിട്ടാൻ പറ്റാത്ത കളേഴ്സിനെയാണ് 6 GB അഥവാ പ്രൈമറി കളേഴ്സ് എന്ന് വിളിക്കും, റെഡും ഗ്രീനും ബ്ലൂ. എന്നാൽ സെക്കൻഡറി കളേഴ്സ് ആരാണ് മക്കളെ? YCM, യെല്ലോ, സയാൻ, മജന്ത. ഇവരുടെ പ്രത്യേകത എന്താണ്? ഈ പ്രൈമറി കളേഴ്സിൽ ഏതെങ്കിലും 2 കളേഴ്സിനെ പിടിക്കുക, എന്നിട്ട് നിങ്ങൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ സെക്കൻഡറി കളേഴ്സിന് കിട്ടും. കളേഴ്സ് ഒബ്റ്റൈൻ ബൈ കമ്പൈനിങ് എനി 2 പ്രൈമറി കളേഴ്സ് ഓഫ് സെയിം ഇൻറ്റൻസിറ്റിയിൽ പിടിക്കണം. അത് റെഡ് കൂടുതലും ഗ്രീൻ ചെറുതായിട്ട് പിടിച്ചാൽ വരാം. റെഡും ഗ്രീനും ഒരേപോലെ പിടിച്ചാൽ ഒരു സെക്കൻഡറി കളർ കിട്ടും. ഗ്രീനും ബ്ലൂ ഒരേപോലെ പിടിച്ചാൽ ഒരു വേറെ സെക്കൻഡറി കളർ കിട്ടും. ബ്ലൂവും റെഡും ഒരേപോലെ പിടിച്ചാൽ വേറെ സെക്കൻഡറി കളർ കിട്ടും. അപ്പോൾ സെക്കൻഡറി കളേഴ്സ് ആരാ മനസ്സിലായി? യെല്ലോവും വയസ്സാനും മജന്ത. ഇനി അവരെ കിട്ടാൻ വേണ്ടിയുള്ള കോമ്പിനേഷൻ കൂടി പഠിച്ചു വെച്ചാൽ പരിപാടി തീർന്നു. ഗ്രീനും റെഡും ആണെങ്കിൽ യെല്ലോ, ഗ്രീനും ബ്ലൂ ആണ് സയാൻ, ബ്ലൂവും റെഡും ആണ് മജന്ത. ഇത് ഓർത്ത് വെക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതേ ഓർഡറിൽ, ഈ ഓർഡർ ഓർത്ത് വെച്ചാൽ 6 GB YCM. സാർ അതുകൊണ്ട് ഗുണം എന്താണ്? ഇത്രയേ ഉള്ളൂ മക്കളെ. 6ഉം G ആണെങ്കിൽ യെല്ലോ, 6ഉം G ആണ് യെല്ലോ. ഗ്രീനും ബ്ലൂ ആണെങ്കിൽ സയാൻ, ഗ്രീനും ബ്ലൂ ആണ് സയാൻ. പിന്നെ ആകെയുള്ള കോമ്പിനേഷൻ റെഡും ബ്ലൂ ആണെങ്കിൽ മജന്ത. അത്രേ ഉള്ളൂ സംഭവം. ഇവരാണ് ഇവൻ, ഇവനാണ് ഇവൻ, ഇവനും ആണെങ്കിൽ അവസാനത്തെ. ഇത്രയും ഓർത്തിച്ചാൽ മതി. ഇനി സാർ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക? ഫസ്റ്റ് ചോദ്യം പിടിച്ചോളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങൾ വരാം. മജന്ത പ്ലസ് എന്താണ് വൈറ്റ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6ഉം Gയും Bയും കൂടെ ചേർത്താൽ വൈറ്റ് കിട്ടും. ഈ മജന്ത എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. മജന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൂൾ നമ്മുടെ ട്രിക്ക് ഉപയോഗിക്കുക, 6 GB YCM. ഇത് ഓർത്ത് വെച്ചാൽ മതി. മജന്ത കിട്ടണത് എന്തായിരുന്നു? 6ഉം Gയും Y, Gയും Bയും C, Bയും Rഉം ബ്ലൂവും റെഡും ആണ് ബേസിക്കലി മജന്ത. മജന്ത പ്ലസ് എന്താണ് വൈറ്റ് എന്നാ ചോദ്യം. മക്കളെ, മജന്ത എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബ്ലൂവും റെഡും ഉണ്ട്. ബ്ലൂവിൻ്റെ റെഡിന് കൂടെ ഗ്രീൻ ആഡ് ചെയ്യുമ്പോഴല്ലേ മക്കളെ വൈറ്റ് കിട്ടുക. സോ ഇത് ഗ്രീനാണ്. ഇത്ര ഉള്ളൂ സംഭവം. ഇങ്ങനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? പബ്ലിക് എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഇതുപോലത്തെ വേറെ ചോദ്യം. നെയിം ദ കളർ ടു ബി പെയിന്റഡ് ഓൺ പാർട്ട് മാർക്ക്ഡ് ആസ് X ഓൺ ദ ഡിസ്ക് ഷോൺ ഇൻ ദ ഫിഗർ ഫോർ ഒബ്റ്റൈനിങ് വൈറ്റ് കളർ വെൻ റൊട്ടേറ്റഡ് ഹൈ സ്പീഡ്. അപ്പോൾ ഒരു സൈഡിൽ സയാൻ ആണുള്ളത്. എക്സിൽ എന്ത് പെയിന്റ് ചെയ്താലാണ് സ്പീഡിൽ കറക്കുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നുക? ഈ സ്പീഡിൽ കറക്കുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നുന്നത് എന്ത് ഒപ്റ്റിക്കൽ ഫിനോമിന ആയിരുന്നു? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കണം. വീക്ഷണ സ്ഥിരത. എനിവേ, ഇവിടെ എന്ത് പെയിന്റ് ചെയ്യണം മക്കളെ? സയാൻ ആരാന്ന് ആദ്യം ആലോചിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ സംഭവം ഇത് 6 GB YCM. സയാൻ എന്ന് പറഞ്ഞാൽ 6ഉം Gയും യെല്ലോ ആണ്, Gയും ബ്ലൂ ആണ് സയാൻ. ഗ്രീനും ബ്ലൂ ആണ് ബേസിക്കലി ഇവിടെ ഉള്ളത്. അപ്പോൾ റെഡും കൂടി ഇവിടെ പെയിന്റ് ചെയ്താൽ 3ഉം കൂടി കറക്കുമ്പോൾ വൈറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ X ആരാണ് മക്കളെ? റെഡ് ആയിട്ട് പെയിന്റ് ചെയ്യണം. ഇത്രയുള്ള സംഭവം. ഇങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതൊന്ന് ചെയ്തേ. വിച്ച് ആർ ദ കളേഴ്സ് ടു ബി ഫിൽഡ് ഇൻ ഈച്ച് ഡിസ്ക് ഇൻ ഓർഡർ ടു ഗെറ്റ് വൈറ്റ് കളർ? മക്കളെ, ഗ്രീനിൻ്റെ കൂടെ എന്ത് കളർ പെയിന്റ് ചെയ്താലാണ് കിട്ടുക? ഗ്രീനും ബ്ലൂവും റെഡും വരണം. പക്ഷേ ബ്ലൂ റെഡും ആരാണ്? ഒറ്റ കളറെ നമുക്ക് പെയിന്റ് ചെയ്യാമല്ലോ. ബ്ലൂ റെഡും കൂടെ എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ? 6 GB YCM എന്ന് എഴുതുക. ബ്ലൂ റെഡും കൂടെ മജന്ത. സോ ഇവിടെ മജന്ത പെയിന്റ് ചെയ്യണം. മജന്ത പെയിന്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് വൈറ്റ്. ഇവിടെ എന്താ പെയിന്റ് ചെയ്യേണ്ടത്? ഗ്രീനും ബ്ലൂവും റെഡ്. പ്രൈമറി കളേഴ്സ് 3 പിന്നെ ഇവിടെ എന്താണ്? സയാൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ചെയ്തു. സയാൻ്റെ കൂടെ എന്തായിരുന്നു? മറന്നുപോയി. സയാൻ്റെ കൂടെ റെഡ്. നമ്മൾ ഓൾറെഡി ചെയ്തു. ഓക്കെ. ഇവിടെ എന്താണ് പെയിന്റ് ചെയ്യുന്നത്? വിബ്ജിയോർ മൊത്തം ഉണ്ട്. വിബ് ജി യെല്ലോ. ഇവിടെ ഇപ്പോൾ യെല്ലോ ഇല്ല. അപ്പോൾ വിബ്ജിയോർ വേണം. അതിൽ യെല്ലോ മാത്രമേ മിസ്സിംഗ് ഉള്ളൂ. കോമഡി ചോദ്യം. ഇത്രയുള്ള സംഭവം. ഇനി വേറെ രീതിയിൽ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ചോദിക്കും. ഇത് വായിക്കുന്നൊന്നുമില്ല. മജന്ത കളർ വന്നു, പ്രിസത്തിനുള്ളിൽ കയറി അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? മക്കളെ, മജന്തിനുള്ളിൽ ആരാണോ ഉള്ളത് അവരായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ വിബ്ജിയോർ മൊത്തം ഉള്ളതുകൊണ്ട് വിബ്ജിയോർ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ മജന്തി ആണെങ്കിലും മജന്തയിൽ ആരൊക്കെ ഉള്ളത് മക്കളെ? വീണ്ടും എഴുതി നോക്കുക. 6 GB YCM എന്ന് എഴുതുക. മജന്ത എന്ന് പറഞ്ഞാൽ ബ്ലൂവും റെഡും കൂടിയുള്ള ആളാണ് മജന്ത. ബ്ലൂ റെഡും മജന്ത. ഇനി പറ, മജന്തിനുള്ളിൽ ബ്ലൂ റെഡും ഉണ്ടെങ്കിൽ ബ്ലൂ റെഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യാത്രേ ഉള്ളൂ. അപ്പം റെഡ് ലൈറ്റ് വരും, പുറത്തേക്ക് ഇറങ്ങും. താഴെ ബ്ലൂ ഉണ്ടാവും, ബ്ലൂവും
നൈസായിട്ട് സ്പ്ലിറ്റായിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഇത്ര സംഭവം. ഇനി എന്തുകൊണ്ടാണ് റെഡ് മുകളിലും ബ്ലൂ താഴെ എഴുതിയത് അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം മക്കളെ. വേവ് ലെങ്ത് ഏറ്റവും കൂടിയുള്ള ആളാണ് റെഡ്. അപ്പോൾ അവന് ഡീവിയേഷൻ വ്യതിയാനം കുറവായിരിക്കും. വേവ് ലെങ്ത് കൂടിയാൽ ഡിസ്പേർഷൻ വഴി ഉണ്ടാകുന്ന വ്യതിയാനം ഡീവിയേഷൻ കുറവായിരിക്കും. ബ്ലൂവിന് വേവ് ലെങ്ത് കുറവാണ്, ബ്ലൂവിനും വയലറ്റിനും വേവ് ലെങ്ത് വളരെ കുറവാണ്. സോ ഡീവിയേഷൻ ഓട്ടോമാറ്റിക്കലി ഡീവിയേഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് കൂടുതൽ താഴേക്ക് ഡീവിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ സയാൻ കയറിയാൽ എന്താ പുറത്ത് വരിക, ഏതൊക്കെ ലൈറ്റാണ് പുറത്ത് വരിക, അതിൻ്റെ ഓർഡർ അടക്കം. യെല്ലോ കയറിയാൽ ഏതാണ് പുറത്ത് വരിക അതും ചോദ്യമായിട്ട് വരാം. അത് ഏത് ഓർഡറിലാണ്, ആരാണ് മുകളിൽ. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ആൾ മുകളിൽ. അപ്പോൾ വേവ് ലെങ്ത് ആർക്കാ സാർ കൂടുതൽ എങ്ങനെ ഓർത്ത് വെക്കുക, വിബ്ജിയോർ എന്ന് എഴുതുക. റെഡിനായിരിക്കും മാക്സിമം വേവ് ലെങ്ത്, വയലറ്റിനായിരിക്കും മിനിമം വേവ് ലെങ്ത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടി വരും. അപ്പോൾ വയലറ്റിനാണ് ഗ്രീൻ അല്ല ഈ ഓറഞ്ചിനാണ് ഗ്രീനാണ് കൂടുതൽ വേവ് ലെങ്ത്, ഓറഞ്ചിനാണ് കൂടുതൽ വേവ് ലെങ്ത്. അപ്പോൾ ഓറഞ്ച് മുകളിൽ വരും, ഗ്രീൻ താഴെ വരും. സംഭവം മനസ്സിലായി? ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അതും കൂടി ചെയ്ത് നോക്കുക. ഇനി ഒരു ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. റെഡ് കടത്തിവിട്ട് എന്താ സംഭവിക്കുക മക്കളെ? റെഡ് ഒരു പ്രൈമറി കളറാണ്. റെഡിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, റെഡ് മാത്രമേ ഉള്ളൂ. സോ റെഡ് കടത്തിവിട്ട് റെഡ് ഇങ്ങനെ പോകും, ഇങ്ങനെ വരും. ഡിസ്പേർഷൻ സംഭവിക്കില്ല. സ്പ്ലിറ്റിംഗ് ആണ് ഡിസ്പേർഷൻ. സ്പ്ലിറ്റിംഗ് സംഭവിക്കില്ല. സോ ഡിസ്പേർഷൻ സംഭവിക്കില്ല. പക്ഷെ എന്ത് സംഭവിക്കും? ബെൻഡിങ് സംഭവിക്കും. ലൈറ്റ് എയർന്ന് ഗ്ലാസ്സിലേക്ക് കടന്നു, ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് കടക്കുമ്പോൾ ലൈറ്റിന് ബെൻഡിങ് അഥവാ റിഫ്രാക്ഷൻ അപവർത്തനം സംഭവിക്കും. പക്ഷേ പ്രകീരണം അഥവാ ഡിസ്പേർഷൻ സംഭവിക്കില്ല. അപ്പോൾ റെഡ് കടത്തി വിട്ടാലോ ഗ്രീൻ കടത്തി വിട്ടാലോ ബ്ലൂ കടത്തി വിട്ടാലോ ഡിസ്പേർഷൻ സംഭവിക്കില്ല, റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. പക്ഷേ സെക്കൻഡറി കളേഴ്സ് കടത്തി വിട്ടാലോ അല്ലെ വൈറ്റ് ലൈറ്റ് കടത്തി വിട്ടാൽ അവിടെ ഡിസ്പേർഷൻ സംഭവിക്കും, സ്പ്ലിറ്റിംഗ് സംഭവിക്കും. ഇത്രയേ വരുള്ളൂ പരീക്ഷയിൽ. ഓക്കെ. അങ്ങനെയാണ് ഒരു ചോദ്യം ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലാണ് മക്കളെ. ഇത്രയേ ഉള്ളൂ. യെല്ലോൻ്റെ കൂടെ ഒരാളെ പെയിൻറ്റ് ചെയ്യണം. ആരെ പെയിൻറ്റ് ചെയ്താലാണ് ഇത് വൈറ്റ് ആയിട്ട് തരിക. കമൻറ്റ് ബോക്സിൽ ആൻസർ ഇടുക. സെക്കൻഡറി കളേഴ്സ് നിങ്ങളുടെ ചോദ്യം വന്നാൽ നിങ്ങൾ ഉത്തരം കൊടുത്തിരിക്കും, 100% ഉറപ്പ്. ഓക്കെ. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ സാർ ഉറപ്പുണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ആൻസറിനോടൊപ്പം. എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പറയേണ്ട ആവശ്യമില്ല. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. 1 മാർക്ക് പോലും നമ്മൾ കളയില്ല. അതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യണം. ഓക്കെ മക്കളെ. A+ ഉറപ്പാണ് ഫിസിക്സിൽ. ബൈ.